ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ സോഫ്റ്റ് വിൻ ട്രേഡർ ഉപയോഗിച്ചുകൊണ്ട് ഓപ്ഷൻ നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയുടെ. നിങ്ങളിപ്പോൾ നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ സെൻസസോ ഏതാണ് നിങ്ങൾ എടുക്കുന്നത്, അതിൻ്റെ അണ്ടർലൈൻ അസെറ്റ്, അതായത് നമ്മുടെ മെയിൻ ചാർട്ട് എപ്പോഴും നമ്മൾ നോക്കേണ്ട അതിൻ്റെ മെയിൻ ചാർട്ടാണ്. കാരണം ഇവിടെ നമുക്ക് കറക്റ്റായിട്ടുള്ള ഐഡിയ കിട്ടത്തുള്ളൂ, കോളാണോ പുട്ടാണോ ഏത് സ്ട്രൈക്കാണെന്നുള്ളത്. ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് 24,002 നിഫ്റ്റിയുടെ മെയിൻ ചാർട്ടാണ്. ഇതിലിപ്പോൾ നമുക്ക് ലാസ്റ്റ് ട്രേഡ് വന്ന് നടക്കുന്നത് സെല്ലായിട്ട് 24,234. ഫസ്റ്റ് നമുക്കിതിൽ സിഗ്നൽസ് എല്ലാം ഓട്ടോമാറ്റിക്കാണ്. വരുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരാം, അലർട്ട് നോട്ടിഫിക്കേഷൻ വരെ സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. വീഡിയോയിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോൾ ആൻഡ് വാട്സാപ്പ് സെയിം നമ്പർ തന്നെയാണ്. നമുക്ക് ഇതിനകത്ത് സിഗ്നൽ വരുമ്പോൾ ഞാൻ പറഞ്ഞ നോട്ടിഫിക്കേഷൻ വരും. ഈ സ്ക്രീൻ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഏറ്റവും മേളിൽ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ് 23,865. ഇതിൻ്റെ താഴെ വിൻ ട്രേഡർ ട്രെൻഡ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഓവറോൾ ട്രെൻഡാണ്, അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അനലൈസിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഇത് റെഡ് വരുന്നത് സെൽ സിഗ്നൽ, ഗ്രീൻ വരുന്ന ബൈ സിഗ്നൽ. റെഡ് എന്ന് പറയുമ്പോൾ സെൽ സിഗ്നൽ എന്ന് പറയുമ്പോഴത്തേക്കും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനും, ഗ്രീൻ വരുന്ന ബൈ അതായത് കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനും. നമ്മൾ നേരെ ഇവിടെ നോക്കി ഏറ്റവും മേളിൽ നോക്കിയാൽ നിഫ്റ്റി സെല്ലെന്ന് പറയുമ്പോൾ നമ്മൾ പുട്ട് ഓപ്ഷൻ മാത്രം നോക്കാവുള്ളൂ, ബൈ എന്ന് പറയുമ്പോൾ കോൾ ഓപ്ഷൻ മാത്രം നോക്കി വെച്ചാൽ മതി. പിന്നെ ഇവിടെ റേറ്റ് ഉണ്ടാവും. സെല്ലെന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പുട്ട് ഓപ്ഷൻ നമുക്ക് മനസ്സിലായി 24,234, അതായത് നിഫ്റ്റിയുടെ സെൽ റേറ്റ് ആണ്. ഇത്രയും മാത്രം നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിഫ്റ്റി ചാർട്ട് നോക്കുക. 24,234 നമുക്ക് സെല്ല് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് പുട്ട് ഓപ്ഷൻ 24,234 റേഞ്ച് അനുസരിച്ചുള്ള ഏത് പുട്ട് ഓപ്ഷൻ നിങ്ങൾക്ക് എടുക്കാം. അതായത് 234 നിൽക്കുന്ന മാർക്കറ്റിൽ നിങ്ങളൊരു ATM ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്തെടുക്കാം, 200 എടുക്കാം. നിങ്ങളൊരു ITM ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു 100 പോയിന്റ് 200 പോയിന്റ് കയറ്റി എടുക്കുക. അപ്പോൾ നമുക്കൊരു 200 റേഞ്ചുള്ള 250 ആ റേഞ്ചിലുള്ളത് പ്രീമിയം കിട്ടും. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കാവേ. അപ്പോൾ നമുക്ക് 200 ATM എടുക്കുമ്പോൾ നമുക്കൊരു 400-500 ലെവലുള്ള ITM എടുക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ സിഗ്നൽ വരുമ്പോൾ തന്നെ നേരെ ഓപ്ഷൻ ചാർട്ട് എടുക്കുക. ഈ ഓപ്ഷൻ ചാർട്ടൊക്കെ നേരത്തെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ടേക്കാം. മാർക്കറ്റിൻ്റെ റേറ്റ്, അതായത് ഇപ്പോൾ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ലെവൽ ഏതാണെന്നുള്ളത് നമുക്ക് നോക്കി അറിയാമല്ലോ. ആ ലെവലനുസരിച്ചുള്ള സ്ട്രൈക്കുകളെല്ലാം മാർക്കറ്റ് വാച്ച് ആഡ് ചെയ്യുക. അതെങ്ങനെയാണെന്നൊക്കെ നമ്മളിന്ന് പറഞ്ഞുതരും. ഇപ്പോൾ ഞാനിപ്പോൾ ചാർട്ടൊന്ന് ചേഞ്ച് ചെയ്ത് 24,400 പുട്ട് ഓപ്ഷൻ ചാർട്ട് എടുത്ത് നിഫ്റ്റിൽ സെല്ല് വന്നപ്പോൾ നമ്മൾ നേരെ ഓപ്ഷൻ ചാർട്ട് എടുത്ത് ബാക്കി ഇനി ഓപ്ഷൻ്റെ ചാർട്ട് മാത്രം നോക്കി വെച്ചാൽ മതി. ഓപ്ഷനിൽ ബൈ വന്നോ നോക്കുക, അതായത് ഗ്രീൻ കളറിൽ അപ്പാരോ ബൈ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ കൺഫർമേഷൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, 2 കൺഫർമേഷൻ നോക്കുക. ആരോ വന്ന് പ്രൈസ് ഇവിടെ ബൈ സോൺ ആണ് നോക്കുക. അതുകൊണ്ട് സെക്കൻഡ് കൺഫർമേഷൻ ആരോ താഴത്തെ ബാർ, നമുക്ക് ഓരോ ക്യാൻഡിലും ഓരോ ബാർ ഫോം ചെയ്യാം. അപ്പോൾ നമുക്ക് സിഗ്നൽ വരുമ്പോഴുള്ള ബാർ എന്തായിരിക്കണം നോക്കണം, ഗ്രീൻ തന്നെ ആയിരിക്കണം. ഇൻ കേസ് ഇത് ഗ്രീൻ അല്ലെന്നുണ്ടെങ്കിൽ പല വീഡിയോസിൽ നമ്മൾ പറയുന്നുണ്ട്. സെക്കൻഡ് ഓപ്ഷൻ എന്താണ്, റെസിസ്റ്റൻസിന് എടുത്തു വരുന്ന ട്രേഡുകൾക്ക് ബാറിൻ്റെ ആവശ്യമില്ല. അതായത് റെഡ് സ്റ്റാർ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് വരുന്ന ട്രേഡുകൾക്ക് ബാർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ പ്രൈസ് സോൺ മാത്രം നോക്കി എൻട്രി എടുത്താൽ മതി. നമ്മൾ ഏത് ഓപ്ഷൻ എടുത്താലും അതിൻ്റെ എൻട്രി സോഫ്റ്റ്വെയർ കാണിച്ചു തരും. ഈ 24,400 പുട്ട് ഓപ്ഷൻ സോഫ്റ്റ്വെയർ കാണിച്ചത് 249 ട്രേഡ് തരുന്നത് നമ്മൾ എക്സിറ്റ് ലെവൽ അവിടെ തന്നെ കാണിച്ചിരുന്നു. താഴെ നോക്കിയാൽ ഫസ്റ്റ് ടാർഗറ്റ് 274, സെക്കൻഡ് 294, തേർഡ് 313. ഇങ്ങനെ പ്രീമിയത്തിൽ തന്നെ അതിൻ്റെ 3 ടാർഗറ്റും കാണിച്ചിരുന്നത് നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഓപ്ഷൻ്റെ സ്ട്രൈക്ക് ചാർട്ടുകളും കിട്ടും. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഐഡിയ കിട്ടും എവിടെയാണ് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് റീ എൻട്രി എടുക്കാൻ കഴിയും. റീ എൻട്രി എങ്ങനെ എടുക്കുമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ട്രേഡ് ക്ലോസ് ചെയ്ത ശേഷം രണ്ടാമത് എൻട്രി എടുക്കണമെങ്കിൽ ഈ റെഡ് സ്റ്റാർ ഞാനിപ്പോൾ നിഫ്റ്റി ചാർട്ടിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത്, അതായത് നമ്മളൊരു ട്രേഡ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് നമ്മൾ അണ്ടർലൈൻ അസറ്റിലോട്ട് കൊണ്ടുവരിക. അവിടെ മാർക്കറ്റ് അതേ സെല്ലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു ബ്ലൂ സ്റ്റാർ കണ്ട അത് സപ്പോർട്ടാണ്. ആ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് മാർക്കറ്റിൽ റീ എൻട്രി ചെയ്യാം. മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്നുള്ള ഏത് പുട്ട് ഓപ്ഷൻ നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഇതിൻ്റെ വീഡിയോസ് ഉണ്ട്. നമുക്കൊരു ഇത് യൂസർ ഫ്രണ്ട്ലി ആണല്ലോ, ഏറ്റവും മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് ഇതൊരു യൂസർ ഫ്രണ്ട്ലി ആണ്. കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നമ്മുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവും, ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ടാവും. പിന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു തരും. അപ്പോൾ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.